എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീക്കിൽ ഒരു വീക്ക്ലി ചലഞ്ചാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ ഫൗണ്ടേഷൻ ബാച്ച്, റെയിൽവേ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഒരു വീക്ക്ലി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീക്ക് 5 ആണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബയോളജിയാണ്. അപ്പോൾ നമുക്കറിയാം റെയിൽവേ എക്സാമിന് ബയോളജിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ സിലബസ് എല്ലാം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം, നമുക്ക് ഈ ഒരു സീരീസ് ഏതൊക്കെ എക്സാമിന് പ്രയോജനപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NTPC, അതേപോലെ തന്നെ ALP, ടെക്നീഷ്യൻ, ഗ്രൂപ്പ് ഡി, JE, RPF തുടങ്ങിയ എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനകരമാകും. അപ്പോൾ ബയോളജിയുടെ ഒരു സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. ബയോളജിയുടെ തന്നെ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് നോക്കുന്നത്, ഞാനിങ്ങനെ പറയുന്നത്. ആക്ച്വലി ഇതൊരു ക്ലാസ് അല്ല, ഇത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ കുറച്ച് ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്ന് ഈ വീക്കിൽ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരികയാണ്. അപ്പം നിങ്ങൾ ഈ വീക്ക് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതിൽ നിന്നുള്ള ലൈവുമായിട്ട് ഞാൻ സാറ്റർഡേ വരും. ആ ലൈവിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് മനസ്സിലാവും. അത് മാത്രമല്ല, നമ്മൾ ഈ ലൈവിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സർപ്രൈസിങ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇടും. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിന് പ്രത്യേക പ്രൈസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നോട്ടൊക്കെ എഴുതി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ വീക്ക്ലി ചലഞ്ചിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബയോളജി Day 1, Day 2, Day 3, Day 4 എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 ദിവസമായിട്ട് നിങ്ങൾക്ക് 4 ടോപ്പിക്കുകൾ തരുകയാണ്. അപ്പോൾ ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. സോ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ Day 1 നിങ്ങൾ പഠിക്കേണ്ടത് എൻഡോക്രൈൻ സിസ്റ്റമാണ്. അപ്പോൾ ഈ വീക്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഇന്നോ നാളെയോ ഇത് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഒരു ദിവസം എക്സ്ട്രാ കിട്ടും. സോ നിങ്ങൾ Day 1 എൻഡോക്രൈൻ സിസ്റ്റം നന്നായിട്ട് പഠിക്കാം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമ്മൾ ഹോർമോൺസുകളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ വീഡിയോ നമ്മുടെ ഇതിന്റെ എല്ലാ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്തിനെ പറ്റിയായിരിക്കും നമ്മൾ നോക്കുന്നത്, ഹോർമോൺസുകളെ പറ്റിയും അവരെ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾ കാണുക. അതേപോലെ തന്നെ Day 2 എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ നോട്ട് അതിന്റെ ക്ലാസ്സും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തൊക്കെയാണ്, മെയിൻ ഡൈജസ്റ്റീവ് ഓർഗൻസ് ഏതൊക്കെയാണെന്നും എൻസൈംസുകൾ ഏതൊക്കെയാണെന്നും അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ആ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. ഇനി നിങ്ങൾ Day 3 പഠിക്കേണ്ടത് സർക്കുലേറ്ററി സിസ്റ്റമാണ്. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. സർക്കുലേറ്ററി സിസ്റ്റം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബ്ലഡ് എന്നുള്ളൊരു ടോപ്പിക്കും കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കണം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ട് ഒരു മെയിൻ ഓർഗനാണ്. അപ്പോൾ ഹാർട്ടിനെ വെച്ചിട്ടുള്ള മെയിൻ പോയിന്റ്സ് നിങ്ങൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതൊരു 15 മിനിറ്റ്സോ മറ്റുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അതിനുശേഷം 4ാമത്തെ Day 4 നമ്മൾ നോക്കേണ്ടത് സ്കെലിറ്റൽ സിസ്റ്റമാണ്. സ്കെലിറ്റൽ സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ വീഡിയോ കണ്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സ്കെലിറ്റൽ സിസ്റ്റവും നന്നായിട്ട് പഠിക്കാം. അങ്ങനെ ഈ 4 ദിവസം നിങ്ങൾക്ക് Day 1, Day 2, Day 3, Day 4 വേണ്ടിയുള്ള 4 വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഓരോ ദിവസവും സമയമെടുത്ത് അത് പഠിക്കുക. അടുത്ത എക്സാമിന് നമുക്ക് ഉറപ്പായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ സീരീസിൽ ഈ ചലഞ്ച് ഉറപ്പായിട്ടും സ്വീകരിക്കുകയും പഠിക്കുകയും വേണം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു ചാനൽ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോസ് സജസ്റ്റ് ചെയ്യുക. ഉറപ്പായിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.